ഹായ്, വെൽക്കം ടു ലേൺ വിത്ത് സുവിത. നമ്മൾ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട റിവിഷൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ അവസാനത്തെ ചാപ്റ്ററായ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ, ആ ചാപ്റ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളും അതിൽ വന്ന ഏതാനും ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ സമ്മറി, ഏകദേശം സമ്മറി പോലെ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലൂടെ നമുക്ക് വേഗം ഒന്ന് ഓടിച്ചു പോവാം. നോക്കൂ, നിങ്ങൾ ഒരുപാട് തവണ +1 കേട്ടതും യൂണിറ്റ് ടെസ്റ്റുകളും മോഡൽ എക്സാമും പബ്ലിക് എക്സാമും എല്ലാം എഴുതി കഴിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഈ ചാപ്റ്ററിലൂടെ ഒന്ന് നമ്മൾ റിവൈസ് ചെയ്തു പോവുകയാണ്. അപ്പോൾ ഇതിലാദ്യം ഹ്യൂമൻ എൻഡോക്രൈൻ സിസ്റ്റം. നമുക്ക് നോക്കൂ, എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറയുന്നത് ഡക്ട്ലെസ് ഗ്ലാൻസ് ആണ് എന്നറിയാം. ആ എൻഡോക്രൈൻ ഗ്ലാൻസിൻ്റെ സെക്രീഷനെ പറയുന്ന പേര് ഹോർമോൺസ്. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, എൻഡോക്രൈൻ ഗ്ലാൻസ് ഡക്ട്ലെസ് ഗ്ലാൻഡ് ആണെങ്കിൽ ഡക്റ്റഡ് ഗ്ലാൻസ് ഏതാണ്? ഡക്റ്റഡ് ഗ്ലാൻസിൻ്റെ പേര് എക്സോക്രൈൻ ഗ്ലാൻസ്. എൻഡോക്രൈൻ ഗ്ലാൻസിൻ്റെ സെക്രീഷൻ ഹോർമോൺസ് ആണെങ്കിൽ എക്സോക്രൈൻ ഗ്ലാൻസിൻ്റെ സെക്രീഷൻ ഡാഷ്. എന്തൊക്കെയാവാം? സലൈവ, ടിയർ, അതുപോലെയുള്ള എൻസൈംസ് ഒക്കെ എന്താണ്? എക്സോക്രൈൻ ഗ്ലാൻസിൻ്റെ സെക്രീഷനാണ്. ഓക്കെ, ഇനി നോക്കൂ, ഈ ഹ്യൂമൻ എൻഡോക്രൈൻ സിസ്റ്റം, അത് എൻഡോക്രൈൻ ഗ്ലാൻസും അതിൻ്റെ പൊസിഷനുമാണ് ചിത്രത്തിലുള്ളത്. ഹെഡ് റീജിയനിൽ കാണുന്ന ഗ്ലാൻസ് ആണ് ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ആൻഡ് പീനിയൽ ഗ്ലാൻഡ്. ഇത്രയും ഗ്ലാൻഡുകൾ ഹെഡ് റീജിയനിൽ കാണുന്നു. ദെൻ നെക്കിലേക്ക് വരുമ്പോൾ തൈറോയിഡ് ആൻഡ് പാരാതൈറോയിഡ് ഗ്ലാൻഡ് വരും. തൊറാക്സ് റീജിയനിൽ തൈമസ് ഗ്ലാൻഡ്. ദെൻ അബ്ഡോമിനൽ റീജിയനിൽ അഡ്രിനൽ ഗ്ലാൻഡ്, പാൻക്രിയാസ്, ടെസ്റ്റിസ് ഇൻ മെയിൽ ആൻഡ് ഓവറി ഇൻ ഫീമെയിൽസ്. അപ്പോൾ ഇത്രയാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സും അതിൻ്റെ പൊസിഷനും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ, ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ആ എൻഡോക്രൈൻ ഗ്ലാൻഡിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹൈപ്പോതലാമസിൽ ഇറ്റ് കണ്ടെയ്ൻ ന്യൂറോ സെക്രീറ്ററി സെൽസ്. ന്യൂറോ സെക്രീറ്ററി സെൽസിനെ പറയുന്ന പേര് ന്യൂക്ലിയായി. ആ ന്യൂറോ സെക്രീറ്ററി സെൽസാണ് ഹൈപ്പോതലാമസിൽ നിന്നുള്ള ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നത്. അതിൽ വരുന്ന ഹോർമോൺസ് മെയിനായിട്ട് 2 ക്ലാസിഫിക്കേഷനാണ്: റിലീസിങ് ഹോർമോൺ ആൻഡ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. റിലീസിങ് ഹോർമോണിൽ പിറ്റ്യൂട്ടറി ഹോർമോണിൻ്റെ സെക്രീഷൻ, അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് റിലീസിങ് ഹോർമോൺ. ഇൻഹിബിറ്റിംഗ് ഹോർമോൺ പിറ്റ്യൂട്ടറി ഹോർമോൺ സെക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 2 പേരിലാണ്. റിലീസ് എന്ന് പറയുന്നത് റിലീസ് ചെയ്യാൻ സഹായിക്കുന്നു, സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ഇൻഹിബിറ്റ് ദ സെക്രീഷൻ ഓഫ് പിറ്റ്യൂട്ടറി ഹോർമോൺ. അതിൻ്റെ 2ൻ്റെ എക്സാമ്പിൾ നോക്കുക. ഒന്ന് GnRH, മറ്റേത് സൊമാറ്റോസ്റ്റാറ്റിൻ. ദെൻ ഇതുകൂടാതെ 2 ഹൈപ്പോതലാമിക് ഹോർമോൺസ് ആണ് വാസോപ്രസിൻ ഓർ ADH ആൻഡ് ഓക്സിറ്റോസിൻ. ഇത് ഹൈപ്പോതലാമസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്, പക്ഷേ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലാണ്. അതുകൊണ്ട് നമ്മളുടെ ടെക്സ്റ്റിൽ എന്ത് കാണും? പിറ്റ്യൂട്ടറിയുടെ കൂടെയാണ് ഈ ഹോർമോൺ ഉള്ളത്. അപ്പോൾ ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്ത ഈ ഹോർമോൺസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു. അവിടെ നിന്നാണ് റിലീസ് ആക്കപ്പെടുന്നത്. ഹൈപ്പോതലാമിക് ഹോർമോൺസ് ആണ് വാസോപ്രസിൻ. വാസോപ്രസിൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊമോട്ട് റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ്സ് ഫ്രം DCT ഓഫ് കിഡ്നി. പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളും ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസിൽ നിന്നെല്ലാം വാട്ടറിൻ്റെയും ഇലക്ട്രോലൈറ്റ്സിൻ്റെയും റീഅബ്സോർപ്ഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ഹോർമോണാണ് വാസോപ്രസിൻ ഓർ ADH, ആൻറ്റി ഡൈയൂററ്റിക് ഹോർമോൺ. അതെപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ADHൻ്റെ ഫങ്ഷൻ എന്താ? ഇറ്റ് പ്രിവെൻറ്റ് ഡൈയൂറസിസ്, അല്ലേ? യൂറിൻ അധികമായിട്ട് എക്സസ് യൂറിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ADH. ദെൻ അനദർ ഹോർമോൺ ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ എന്ത് ചെയ്യും? യൂട്രൈൻ മസിൽസിലെല്ലാം സ്മൂത്ത് മസിൽസിൽ ആക്ട് ചെയ്യും. അതുവഴി സ്മൂത്ത് മസിൽസിൻ്റെ വിഗറസ് കൺട്രാക്ഷന് സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഓക്സിറ്റോസിൻ. അപ്പോൾ ഡെലിവറി സമയത്ത് സഹായിക്കുന്ന ഹോർമോൺ ഓക്സിറ്റോസിൻ. ക്ലിയർ?
അപ്പോൾ ഇത്രയാണ് ഹൈപ്പോതലാമസ്. റിലീസിങ് ഹോർമോണും ഇൻഹിബിറ്റിംഗ് ഹോർമോണും. അതുകൂടാതെ ഈ രണ്ട് ഹോർമോൺസ് ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ പിറ്റ്യൂട്ടറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഹോർമോൺസ്. ADHൻ്റെ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി എന്നും പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്നും രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു. അതിൽ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി പാസ് ഡിസ്റ്റാലിസ്, പോസ്റ്റീരിയർ അല്ലെങ്കിൽ അഡിനോ ഹൈപ്പോഫൈസിസിലാണ് പാസ് ഡിസ്റ്റാലിസ് എന്ന് പറയുന്ന ഭാഗം വരുന്നത്. ദെൻ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ന്യൂറോ ഹൈപ്പോഫൈസിസ്. ഇവിടെ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് നോക്കൂ. GH എന്ന് പറയുന്ന ഗ്രോത്ത് ഹോർമോൺ. ഓരോന്നിൻ്റെ പേരിൽ തന്നെ ഉണ്ട്. ഗ്രോത്ത് ഹോർമോൺ എന്തിനു സഹായിക്കും? നോർമൽ ബോഡി ഗ്രോത്തിനെ സഹായിക്കും. അപ്പോൾ അത് കൂടിയാലും കുറഞ്ഞാലും ചില ഡിസീസസിന് കാരണമാവാം. ഗ്രോത്ത് ഹോർമോണിൻ്റെ സെക്രീഷൻ കുറഞ്ഞാൽ ഡോഫിസം, ദെൻ അത് കൂടുന്നത് ജൈജാൻറ്റിസം. കുട്ടികളിൽ അക്രോമെഗലി എന്ന് പറയുന്ന ഒരു ഡിസീസ്, ബോൺസ് എല്ലാം വളയുന്ന, അഡൽട്സിൻ്റെ കേസിൽ ബോൺസ് എല്ലാം വളയുന്ന ഒരു അസുഖവും ഈ ഗ്രോത്ത് ഹോർമോണിൻ്റെ സെക്രീഷനുമായി ബന്ധപ്പെട്ട് കാണാം. അപ്പോൾ ഗ്രോത്ത് ഹോർമോണിൽ 3 ഫങ്ഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻസ് പറയുമ്പോൾ നോർമൽ ബോഡി ഗ്രോത്താണ്. അതിൽ ഡോഫിസം, ജൈജാൻറ്റിസം, ദെൻ അക്രോമെഗലി എന്ന് പറയുന്ന ഡിസീസ്. അക്രോമെഗലി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിസോർഡർ ഇൻ അഡൽട്ട് ഡ്യൂ ടു ഓവർ സെക്രീഷൻ ഓഫ് GH. ബോൺസ് എല്ലാം വളഞ്ഞു വരുന്ന അസുഖം. ദെൻ അനദർ ഹോർമോൺ പ്രൊലാക്റ്റിൻ. മാമറി ഗ്ലാൻഡിൻ്റെ ഗ്രോത്തിനെ സഹായിക്കുന്ന ഹോർമോണാണ് പ്രൊലാക്റ്റിൻ. ദെൻ TSH തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ്. തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഡെവലപ്മെൻറ്റിനും അതിൽ നിന്ന് തൈറോയിഡ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യാനും സഹായിക്കുന്നത് TSH. ദെൻ ACTH അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ. അഡ്രിനൽ ഗ്ലാൻഡിൽ ആക്ട് ചെയ്ത് അതിൽ നിന്നും സ്റ്റിറോയിഡ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നത് ACTH. ദെൻ LH മെയിലിലും ഫീമെയിലിലും വ്യത്യസ്ത ഫങ്ഷനാണ്. ഫീമെയിൽസിൻ്റെ കേസിൽ LH ഓവുലേഷന് സഹായിക്കും. മെയിൽസിൻ്റെ കേസിൽ ലേഡിക് സെൽസിൻ്റെ ആക്ട് ചെയ്യുന്നു. അതിൽ നിന്ന് ആൻഡ്രോജൻ സെക്രീറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ദെൻ FSH ഫീമെയിൽസിൻ്റെ കേസിൽ ഫോളിക്കിൾസ്, ഓവേറിയൻ ഫോളിക്കിൾസിൻ്റെ ഗ്രോത്തിന് സഹായിക്കുന്നു. മെയിൽസിൻ്റെ കേസിൽ സ്പെർമറ്റോജനസിസിന് സഹായിക്കുന്നു. അപ്പോൾ ഇത്രയും ഹോർമോൺസാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നുള്ളത്. ഗ്രോത്ത് ഹോർമോൺ, പ്രൊലാക്റ്റിൻ, TSH, ACTH, LH ആൻഡ് FSH. ഓരോന്നിൻ്റെ ഫങ്ഷൻ പഠിച്ചു വയ്ക്കണം കേട്ടോ. എപ്പോഴും മാച്ച് ദ ഫോളോയിങ് അല്ലെങ്കിൽ ആ കോളം തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഈ ഭാഗത്ത് നിന്ന് ഉണ്ടാവാറ്. ദെൻ അനദർ ഗ്ലാൻഡ് പീനിയൽ ഗ്ലാൻഡ്. പീനിയൽ ഗ്ലാൻഡിൽ നിന്ന് ഒരു ഹോർമോൺ മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ. അത് നമ്മുടെ സ്ലീപ്പ് വേക്കപ്പ് സൈക്കിൾ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി റൂട്ടീനെ സഹായിക്കുന്ന ഹോർമോൺ. ഒരു 24 hour റിതം കൺട്രോൾ ചെയ്യുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ. ദെൻ തൈറോയിഡ് ഗ്ലാൻഡ്. തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്നുള്ള ഹോർമോൺസ് T3 ആൻഡ് T4. ആ T3 T4ൻ്റെ മെയിൻ ഫങ്ഷൻ സപ്പോർട്ട് BMR, അതായത് ബേസൽ മെറ്റബോളിക് റേറ്റ്, നമ്മുടെ നോർമൽ ഫിസിയോളജിക്കൽ റേറ്റിനെ കൺട്രോൾ ചെയ്യുന്നു. RBC ഫോർമേഷനെ സഹായിക്കുന്നുണ്ട്. വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ദെൻ അനദർ ഹോർമോൺ തൈറോകാൽസിറ്റോണിൻ. കാൽഷ്യത്തിൻ്റെ ലെവൽ, ബ്ലഡിലുള്ള കാൽഷ്യത്തിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് കാൽസിറ്റോണിൻ. ദെൻ ഇതുമായി T3യുടെയും T4ൻ്റെയും ഒക്കെ തൈറോയിഡ് ഹോർമോൺസിൻ്റെ കുറവും കൂടുതലും ചില അസുഖങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. തൈറോയിഡ് ഹോർമോണിൻ്റെ സെക്രീഷൻ കുറഞ്ഞാലുള്ള അവസ്ഥ ഹൈപ്പോതൈറോയിഡിസം. അതിൽ വരുന്നതാണ് ഗോയിറ്ററും ക്രെറ്റിനിസം. ക്രെറ്റിനിസം കുട്ടികളിലുണ്ടാകുന്ന അവസ്ഥ. ദെൻ ഹൈപ്പർ തൈറോയിഡിസം, സെക്രീഷൻ കൂടിയാലുള്ള അസുഖമാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ. കണ്ണുകളൊക്കെ പുറത്തേക്ക് ബൾജ് ചെയ്ത് വരുന്ന ടൈപ്പ് ഓഫ് ഗോയിറ്റർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് തൈറോയിഡ് ഗ്ലാൻഡ്, T3, T4 ആൻഡ് കാൽസിറ്റോണിൻ. ഇനി അനദർ വൺ പാരാതൈറോയിഡ് ഗ്ലാൻഡ്. അതിൻ്റെ ഹോർമോൺ പാരാതൈറോയിഡ് ഹോർമോൺ. അത് ബ്ലഡിലുള്ള കാൽഷ്യം ലെവലിനെ ഇൻക്രീസ് ചെയ്യിക്കുന്നു. നേരത്തെ പറഞ്ഞ കാൽസിറ്റോണിൻ എന്താ ചെയ്യുന്നത്?
ഡിക്രീസ് ചെയ്യിപ്പിക്കുന്നു, ബ്ലഡ് കാൽഷ്യം ലെവൽ ഡിക്രീസ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഈ പാരാതൈറോയിഡ് ഹോർമോണും തൈറോകാൽസിറ്റോണിനും എന്താ, ദേ ആർ ആൻറ്റഗോണിസ്റ്റിക് ഇൻ ആക്ഷൻ. ഒന്ന് ഇൻക്രീസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ മറ്റേത് ഡിക്രീസ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ആൻറ്റഗോണിസ്റ്റിക് ആക്ഷനുള്ള ഹോർമോൺസിൻ്റെ ഫങ്ഷൻ, അതായത് കാൽസിറ്റോണിനും പാരാതൈറോയിഡ് ഹോർമോണും എങ്ങനെയാണ് കാൽഷ്യം ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പാരാതൈറോയിഡ് ഹോർമോൺ ബ്ലഡ് കാൽഷ്യം ലെവലിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു, അതായത് ബോണുകളിൽ നിന്നും എല്ലാം ഉള്ള കാൽഷ്യത്തിനെ ബ്ലഡിലേക്ക് റീഅബ്സോർബ് ചെയ്ത് ബ്ലഡിലുള്ള കാൽഷ്യം ലെവലിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു. എന്നാൽ കാൽസിറ്റോണിൻ എന്ത് ചെയ്യും, ബ്ലഡിലുള്ള കാൽസ്യത്തിനെ ബോണിലും ടീത്തിലും എല്ലാം ഡെപ്പോസിറ്റ് ചെയ്യിപ്പിച്ച് ബ്ലഡിലുള്ള കാൽഷ്യം ലെവൽ കുറയ്ക്കുന്നു. അങ്ങനെ രണ്ടിൻ്റെ പരസ്പര ആക്ഷൻ വഴിയാണ് ബ്ലഡിലുള്ള കാൽഷ്യം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്. ഓക്കെ, അനദർ ഹോർമോൺ തൈമസ് ഗ്ലാൻഡ് തൈമസ് ഗ്ലാൻഡ്, അതിൽ നിന്നുള്ള ഹോർമോൺ തൈമോസിൻ. അത് സഹായിക്കുന്നത് ടി ലിംഫോസൈറ്റ്സിൻ്റെയൊക്കെ മെച്ചുറേഷൻ അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ. അപ്പോൾ ലിംഫോസൈറ്റുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തൈമോസിൻ എന്തിനു സഹായിക്കും, ഇറ്റ് പ്രൊവൈഡ് ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശക്തി നൽകാൻ അല്ലെങ്കിൽ അതിന് സഹായിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ. തൈമസ് ഗ്ലാൻഡ് യങ് വൺസിലാണ്, ജുവനൈൽസിലാണ് വെൽ ഡെവലപ്ഡ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൈമസ് ഗ്ലാൻഡിനെ ജുവനൈൽ ഗ്ലാൻഡ് എന്നും അറിയപ്പെടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് അഡ്രിനൽ ഗ്ലാൻഡ്. അഡ്രിനൽ ഗ്ലാൻഡിൽ രണ്ട് ഭാഗങ്ങൾ, അഡ്രിനൽ കോർട്ടക്സും അഡ്രിനൽ മെഡുല്ലയും. കോർട്ടക്സിനെ 3 റീജിയൻസായി ഡിവൈഡ് ചെയ്യാം: സോണ റെറ്റിക്കുലാരിസ്, സോണ ഫെസിക്കുലേറ്റ ആൻഡ് സോണ ഗ്ലോമറുലോസ. ക്ലിയർ? അപ്പോൾ അറേഞ്ച് ദ ലേയേഴ്സ് ഫ്രം ഔട്ടർ ടു ഇന്നർ എന്ന് പറഞ്ഞാൽ അഡ്രിനൽ കോർട്ടക്സിലെ ലേയേഴ്സിനെ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ ശ്രദ്ധിക്കണം: റെറ്റിക്കുലാരിസ്, ഫെസിക്കുലേറ്റ ആൻഡ് ഗ്ലോമറുലോസ. അഡ്രിനൽ കോർട്ടക്സിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസിനെ പൊതുവെ അറിയപ്പെടുന്നത് കോർട്ടിക്കോയിഡ്സ് എന്നുള്ള പേരിലാണ്. ആ കോർട്ടിക്കോയിഡിൽ 2 കോർട്ടിക്കോയിഡ്സ് ആണുള്ളത്, ഗ്ലൂക്കോ കോർട്ടിക്കോയിഡും മിനറലോ കോർട്ടിക്കോയിഡും. ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ് കാർബോഹൈഡ്രേറ്റിൻ്റെ മെറ്റബോളിസത്തിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നത് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്. ദെൻ മിനറലോ കോർട്ടിക്കോയിഡ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസിനെ, മിനറൽസിൻ്റെ ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത് മിനറലോ കോർട്ടിക്കോയിഡ്. മിനറലോ കോർട്ടിക്കോയിഡിൽ വരുന്ന ഒരു എക്സാമ്പിളാണ് ആൾഡോസ്റ്റിറോൺ. ഗ്ലൂക്കോ കോർട്ടിക്കോയിഡിൽ വരുന്നത് കോർട്ടിസോൾ. ഓക്കെ, ദെൻ അഡ്രിനൽ മെഡുല്ല. അഡ്രിനൽ മെഡുല്ലയിലെ ഹോർമോൺസിനെ പൊതുവെ അറിയപ്പെടുന്ന പേര് കാറ്റക്കൊളമൈൻസ്. അതിൽ വരുന്നതാണ് അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ. അവയെ എമർജൻസി ഹോർമോൺ എന്നറിയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഹോർമോൺസ് ഓഫ് ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് എന്നറിയപ്പെടുന്നുണ്ട്. ഫൈറ്റ്, യുദ്ധം ചെയ്യാനും, ഫ്ലൈറ്റ്, അവിടെ നിന്ന് രക്ഷപ്പെടാനും, അല്ലേ? ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ അതിനെ സഹായിക്കുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. അപ്പോൾ അതെങ്ങനെയാണ് എമർജൻസി സിറ്റുവേഷനെ ഫേസ് ചെയ്യാൻ സഹായിക്കുന്നത്? ഇറ്റ് ഇൻക്രീസ് അലേർട്ട്നെസ്, അല്ലേ? ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ വന്നാൽ അലേർട്ട് ആവാൻ സഹായിക്കും. പ്യൂപ്പിലറി ഡയലേഷന് സഹായിക്കും. പൈലോ ഇറക്ഷൻ, രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കും. ദെൻ നന്നായി വിയർക്കും. ഹാർട്ട് റേറ്റ്, റെസ്പിറേറ്ററി റേറ്റൊക്കെ ഇൻക്രീസ് ചെയ്യും. അതാണ് എമർജൻസി ഹോർമോൺസിൻ്റെ ഫങ്ഷൻ. ഓക്കെ, അഡ്രിനൽ മെഡുല്ലയിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ്. ദെൻ പാൻക്രിയാസ്. പാൻക്രിയാസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് ഗ്ലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം എക്സോക്രൈൻ പോർഷനും എൻഡോക്രൈൻ പോർഷനുമുള്ള ഗ്ലാൻഡാണ് പാൻക്രിയാസ്. അതിൽ എക്സോക്രൈൻ പാർട്ട് ഡൈജസ്റ്റീവ് എൻസൈം സെക്രീറ്റ് ചെയ്യും, എൻഡോക്രൈൻ പോർഷനിൽ നിന്ന് ഹോർമോൺ സെക്രീറ്റ് ചെയ്യും. പാൻക്രിയാസിൽ നിന്നും സെക്രീറ്റ് ചെയ്യപ്പെടുന്ന മെയിൻ ഹോർമോണാണ് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ. ഇൻസുലിൻ എന്ത് ചെയ്യും? ഗ്ലൂക്കോസിൻ്റെ, ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ ലെവലിനെ കുറയ്ക്കുന്ന ഹോർമോൺ ഇൻസുലിൻ, അല്ലേ? നമുക്കറിയാം ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. അതുകൊണ്ട് തന്നെ അതിനെ അറിയപ്പെടുന്നത് ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ. ഹൈപ്പോ, കുറയ്ക്കുക, ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ. ഇറ്റ്
ഇൻക്രീസസ് സെല്ലുലാർ ഗ്ലൂക്കോസ് അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ. ഗ്ലൂക്കോസിൻ്റെ യൂട്ടിലൈസേഷനെ ഇൻക്രീസ് ചെയ്യിക്കുന്നു, അതുവഴി ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ ലെവലിനെ കുറയ്ക്കുന്നു ഇൻസുലിൻ. അപ്പോൾ ഇൻസുലിൻ കുറഞ്ഞാലുണ്ടാകുന്ന അവസ്ഥയെ പറയുന്ന പേരാണ്, ഇൻസുലിൻ കുറഞ്ഞ എന്ത് ചെയ്യും? ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് ഇൻക്രീസ് ചെയ്യും. ആ ഡിസീസാണ് ഡയബറ്റിസ് മെലിറ്റസ്. വേറൊരു ഡയബറ്റീസ് ഉള്ളത് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നതുണ്ട്. അതേതുമായി ബന്ധപ്പെട്ടതാ? ADH എന്ന് പറയുന്ന ഹോർമോൺ അല്ലേ, ആൻറ്റി ഡൈയൂററ്റിക് ഹോർമോൺ. അതുമായി ബന്ധപ്പെട്ട അസുഖമാണ് എക്സസീവ് യൂറിൻ ലോസ് ചെയ്യുന്ന ഡൈയൂറസിസ് ഉള്ള അസുഖമാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഡയബറ്റിസ് മെലിറ്റസ് ഇൻസുലിനുമായി ബന്ധപ്പെട്ട അസുഖം. ബ്ലഡ് ഷുഗർ, നമ്മൾ ഷുഗർ എന്ന് പറയുന്ന അസുഖം ഡയബറ്റിസ് മെലിറ്റസ്. ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ ലെവൽ, ഷുഗറിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നത്. ദെൻ അനദർ ഹോർമോൺ ഗ്ലൂക്കഗോൺ. അപ്പോൾ ഇവിടെ ഇൻസുലിൻ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറയ്ക്കുകയാണെങ്കിൽ ഗ്ലൂക്കഗോൺ എന്താ ചെയ്യുന്നത്? ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂട്ടുന്നു. അപ്പോൾ ഇത് എന്ത് ഹോർമോണാണ്? ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ. അപ്പോൾ ഇതും ചോദിക്കാറുണ്ട്. ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ ഇൻസുലിൻ ആണെങ്കിൽ ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ ഡാഷ് ഗ്ലൂക്കഗോൺ, അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അസുഖം, ഇതെല്ലാം ചോദിക്കാറുള്ളതാണ്. ഓക്കെ, ഇതാണ് പാൻക്രിയാസ്. ദെൻ ഗൊണാഡ്സ്. ഗൊണാഡ്സിൽ ടെസ്റ്റിസിലെ ലേഡിക് സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ആൻഡ്രോജൻ. ആ ആൻഡ്രോജൻസിൽ പൊതുവെ ഏറ്റവും അറിയപ്പെടുന്ന ആൻഡ്രോജനാണ് ടെസ്റ്റോസ്റ്റിറോൺ. ടെസ്റ്റോസ്റ്റിറോൺ സഹായിക്കുന്നത് മെയിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിനെ സഹായിക്കുന്നു. മെയിലിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഈ ആൻഡ്രോജൻ ഹോർമോണിൻ്റെ സഹായത്താലാണ്. ദെൻ ഫീമെയിൽസിലെ ഗൊണാഡ്സ്, ഓവറിയിലെ ഫോളിക്കിൾസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഈസ്ട്രോജൻ. ഈസ്ട്രോജനാണ് ഫീമെയിലിലുള്ള സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിന് സഹായിക്കുന്നത്. അതേപോലെ ഓവുലേഷൻ കഴിഞ്ഞാൽ ആ ഫോളിക്കിൾ പിന്നീട് എന്തായി മാറും? ഒരു കോർപ്പസ് ല്യൂട്ടിയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ കോർപ്പസ് ല്യൂട്ടിയം സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് പ്രൊജസ്ട്രോൺ. പ്രൊജസ്ട്രോൺ എന്തിനു സഹായിക്കും? പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണാണ് പ്രൊജസ്ട്രോൺ. മിൽക്ക് സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യും. മാമറി ഗ്ലാൻഡിലെ ആൽവിയോളയുടെയൊക്കെ ഡെവലപ്മെൻറ്റിന് സഹായിക്കും. അതിൽ നിന്ന് മിൽക്ക് സെക്രീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണും കൂടെയാണ് പ്രൊജസ്ട്രോൺ. അപ്പോൾ ഇത്രയാണ് ഗൊണാഡ്സ്. അപ്പോൾ ഇത്രയാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സിൽ പറയുന്നത്. അപ്പോൾ ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, തൈമസ്, പീനിയൽ ഗ്ലാൻഡ്, തൈറോയിഡ്, പാരാതൈറോയിഡ്, പാൻക്രിയാസ്, അഡ്രിനൽ ഗ്ലാൻഡ് ആൻഡ് ഗൊണാഡ്സ്. ഇത്രയും ഗ്ലാൻഡ്സും അതിൽ നിന്നുള്ള ഹോർമോൺസും അതിൻ്റെ ഫങ്ഷൻ, അതുമായി ബന്ധപ്പെട്ട അസുഖം, അതാണ് എക്സാമിന് പൊതുവെ എപ്പോഴും കോളം എന്നുള്ള രീതിയിലാണ് ചോദിക്കാറ്. അപ്പോൾ ഇതെല്ലാം പഠിച്ചു വയ്ക്കുക. ഇനി ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് അല്ലാതെ വേറെ ചില ബോഡി ഓർഗൻസും ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഓർഗൻസ് ഏതെല്ലാമാണ് എന്നാണ് പറയുന്നത്. ഹോർമോൺസ് ഓഫ് ഹാർട്ട്, കിഡ്നി ആൻഡ് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട്. അപ്പോൾ ഹാർട്ടിൽ നിന്നുള്ള ഹോർമോണിൻ്റെ പേര് ANF, എട്രിയൽ നാട്രി യൂററ്റിക് ഫാക്ടർ എന്നറിയപ്പെടുന്ന ANF. ANF എന്താ ചെയ്യുന്നത്? ഇറ്റ് ഡിക്രീസസ് ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കുന്ന ഹോർമോണാണ് ANF. ANF സെക്രീറ്റ് ചെയ്യുന്നത് ഹാർട്ട്. ദെൻ കിഡ്നിയിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് എറിത്രോപോയിറ്റിൻ. അത് RBCയുടെ ഫോർമേഷന് സഹായിക്കുന്നു. ഓക്കെ. ദെൻ അനദർ റീജിയൻ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട്. അതിൽ നിന്ന് 4 ഹോർമോൺസ് ഗ്യാസ്ട്രിൻ, സെക്രീറ്റിൻ, കൊളിസൈറ്റോകൈനിൻ ഓർ CCK ആൻഡ് ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ് ഓർ GIP. അപ്പോൾ ശ്രദ്ധിക്കണം, ഗ്യാസ്ട്രിൻ, സെക്രീറ്റിൻ, CCK ആൻഡ് GIP. ഗ്യാസ്ട്രിൻ എന്ത് സഹായിക്കും? ഗ്യാസ്ട്രിക് ഗ്ലാൻഡിൽ ആക്ട് ചെയ്യുകയും HCLനെ പെപ്സിനോജൻ്റെയും സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഗ്യാസ്ട്രിൻ. ഡൈജഷൻ പഠിക്കുമ്പോൾ നമ്മൾ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് പഠിച്ചിരുന്നു. അപ്പോൾ ഗ്യാസ്ട്രിക് ഗ്ലാൻഡിൽ ആക്ട് ചെയ്ത് HCLൻ്റെയും പെപ്സിനോജൻ്റെയും സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു.
സെക്രീറ്റിന് എന്ത് ചെയ്യും? ഇറ്റ് സ്റ്റിമുലേറ്റ് ദ സെക്രീഷൻ ഓഫ് വാട്ടർ ആൻഡ് ബൈകാർബണേറ്റ് അയോൺ. വാട്ടറിൻ്റെയും ബൈകാർബണേറ്റ് അയോണിൻ്റെയും സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ദെൻ CCK ഓർ cholecystokinin. It stimulates the secretion of pancreatic juice and bile juice. പാങ്ക്രിയാറ്റിക് ജ്യൂസിൻ്റെയും ബൈൽ ജ്യൂസിൻ്റെയും സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് CCK. ദെൻ GIP ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡാണ്, ഇൻഹിബിറ്റ് ചെയ്യാണ്. അപ്പോൾ ഗ്യാസ്ട്രിക് സെക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് അതർ ഗ്ലാൻഡ്സ് അല്ലെങ്കിൽ അതർ ഓർഗൻസ് ആക്ടിങ് ആസ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് അല്ലാതെ വേറെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റീജിയൻസ്, ഹോർമോൺസ് ഓഫ് ഹാർട്ട്, കിഡ്നി ആൻഡ് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട്. ഓക്കെ, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫങ്ഷൻസ്. ഇനി നമുക്ക് ശരിക്കും ചാപ്റ്ററിലുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോർമോൺസും ദെൻ ഹോർമോണൽ ആക്ഷനുമാണ്. അപ്പോൾ അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോർമോൺസും അതിന് എക്സാമ്പിളും പഠിച്ചു വയ്ക്കുക. ദെൻ ഹോർമോണൽ ആക്ഷൻ, സ്റ്റിറോയിഡ് ഹോർമോണിൻ്റെ ആക്ഷനും പെപ്റ്റൈഡ് ഹോർമോണിൻ്റെ ആക്ഷനും. ആ ചിത്രം പഠിച്ചാലും മതി. സ്റ്റിറോയിഡ് ഹോർമോൺ എങ്ങനെയാണ്? ഡയറക്റ്റായിട്ട് സെല്ലിനകത്തേക്ക് പ്രവേശിച്ചിട്ടാണ് ആക്ഷൻ. പെപ്റ്റൈഡ് ഹോർമോൺ എവിടെയാണ്? മെംബ്രെയിനിലുള്ള റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യുന്നു. അത് ഒരു സെക്കൻഡ് മെസ്സഞ്ചറിൻ്റെ ഫോർമേഷന് സഹായിക്കുന്നു. സെക്കൻഡ് മെസ്സഞ്ചറാണ് പിന്നീട് സെല്ലിനകത്ത് ഫിസിയോളജിക്കൽ ചേഞ്ച് ഉണ്ടാക്കുന്നത്. ആ ടെക്സ്റ്റിനകത്തുള്ള ചിത്രം പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ആ ചാപ്റ്ററിൻ്റെ ഒരു സമ്മറി. ദെൻ ഇതുമായി ബന്ധപ്പെട്ട ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കൂ. കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ ഒരു കോളത്തിൽ ഗ്ലാൻഡ് ഹോർമോൺ ഫങ്ഷൻ തന്നിട്ടുണ്ട്. പാൻക്രിയാസ് ഗ്ലൂക്കഗോൺ ആണെങ്കിൽ അതിൻ്റെ ഫങ്ഷൻ എന്താ? ഇൻക്രീസസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ അല്ലേ. ദെൻ ഹോർമോൺ തൈമോസിൻ തന്നിട്ടുണ്ട്. ഗ്ലാൻഡ് ഏതാ? അപ്പോൾ തൈമസ് ഗ്ലാൻഡ്, ഇമ്മ്യൂണിറ്റിയെ സഹായിക്കുന്നു. പീനിയൽ ഗ്ലാൻഡ് ഹോർമോൺ ഏതാ? മെലാറ്റോണിൻ, ഡയേണൽ റിതം അല്ലെങ്കിൽ 24 hour റിതം എന്നൊക്കെ പറയുന്നത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് റിലീസാക്കുകയാണ് ചെയ്യുന്നത് എന്ന് ആലോചിക്കണം. ഓക്സിറ്റോസിൻ എന്തിനു സഹായിക്കും? സ്മൂത്ത് മസിൽ കൺട്രാക്ഷൻ. ദെൻ പാരാതൈറോയിഡ് ഹോർമോൺ ഇവിടെ എന്താ? പാരാതൈറോയിഡ് ഗ്ലാൻഡ് ഇൻക്രീസസ് കാൽഷ്യം ലെവൽ. തൈറോയിഡ് ഗ്ലാൻഡ് കാൽസിറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ഡിക്രീസസ് ബ്ലഡ് കാൽഷ്യം ലെവൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഈ മാച്ച് ദ കോളംസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് എപ്പോഴും 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. അപ്പോൾ എല്ലാ ഹോർമോണും അതിൻ്റെ ഫങ്ഷൻസും അതുമായി ബന്ധപ്പെട്ട ഡിസീസ് ഉണ്ടെങ്കിൽ അതും പഠിച്ചു വയ്ക്കണം. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. നെയിം ദ ഹോർമോൺ ഹൂസ് ഡെഫിഷ്യൻസി റെസ്പോൺസിബിൾ ഫോർ ദ ഫോളോയിങ് ഡിസീസസ്. ഡ്വാർഫിസം ഏത് ഹോർമോണാ? ഗ്രോത്ത് ഹോർമോൺ. ഡയബറ്റിസ് മെലിറ്റസ് ഇൻസുലിൻ. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ആണെങ്കിൽ ADH. ദെൻ ലൈക്ക് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ, PTH and calcitonin are antagonistic in action in maintaining blood calcium level. Substantiate your answer. അപ്പോൾ എന്താ? ഇൻസുലിനെയും ഗ്ലൂക്കഗോണിനെയും പോലെ PTHും കാൽസിറ്റോണിനും ആൻറ്റഗോണിസ്റ്റിക് ആക്ഷനാണ്. അപ്പോൾ നിങ്ങളുടെ ആൻസറിനെ സാധൂകരിക്കുക. അപ്പോൾ എന്താ ചെയ്യുന്നത്? PTH എന്ത് ചെയ്യും? പാരാതൈറോയിഡ് ഹോർമോണാണ് PTH കേട്ടോ. പാരാതൈറോയിഡ് ഹോർമോൺ കാൽഷ്യം ലെവലിനെ ഇൻക്രീസ് ചെയ്യുന്നു ബൈ റിസോർപ്ഷൻ ഓഫ് കാൽഷ്യം ഫ്രം ബോൺസ് ആൻഡ് ടീത്ത്. ദെൻ കാൽസിറ്റോണിൻ എന്ത് ചെയ്യുന്നു? ഡിക്രീസസ് ബ്ലഡ് കാൽഷ്യം ലെവൽ ബൈ ഡെപ്പോസിറ്റിംഗ് കാൽഷ്യം ഫ്രം ബ്ലഡ് ടു ബോൺസ് ആൻഡ് ടീത്ത്. ഓക്കെ, then complete the following sentence. Dash hormone controls diurnal rhythm. ഏതാ? melatonin. Then insulin controls dash level of blood glucose. Then certain diseases are given below. Write the hormones related to it. Diabetes mellitus എന്ന് പറയുമ്പോൾ ഇൻസുലിൻ. Gigantism GH. Diabetes insipidus ADH. ക്രെറ്റിനിസം തൈറോയിഡ് ഹോർമോൺ. ദെൻ ഹോർമോൺ CCK ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് എന്താണ്?
ബൈൽ ജ്യൂസിൻ്റെയും പാങ്ക്രിയാറ്റിക് ജ്യൂസിൻ്റെയും സെക്രീഷന് സഹായിക്കുന്നു. എറിത്രോപോയിറ്റിൻ ആരാ സെക്രീറ്റ് ചെയ്യുന്നത്? കിഡ്നി RBC ഫോർമേഷനെ സഹായിക്കുന്നു. ഹാർട്ടിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ANF റിഡ്യൂസ് ബ്ലഡ് പ്രഷർ. ദെൻ PTH പാരാതൈറോയിഡ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത് പാരാതൈറോയിഡ് ഗ്ലാൻഡ് കാൽഷ്യം ലെവൽ ഇൻക്രീസ് ചെയ്യിക്കുന്നു. ദെൻ അനദർ ക്വസ്റ്റ്യൻ, ഹൗ അഡ്രിനൽ മെഡുല്ല ആൻഡ് കോർട്ടക്സ് ഡിഫർ ഇൻ ദെയർ ഫങ്ഷൻ. എങ്ങനെയാണ് മെഡുല്ലയും കോർട്ടക്സും അതിൻ്റെ ഫങ്ഷനിൽ ഡിഫർ ചെയ്യുന്നത്? അപ്പോൾ അതിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണിൻ്റെ കാര്യം പറഞ്ഞാൽ മതി. അഡ്രിനൽ കോർട്ടക്സിൽ നിന്നും കോർട്ടിക്കോയിഡ്, അതിൽ മിനറലോ കോർട്ടിക്കോയിഡും ഗ്ലൂക്കോ കോർട്ടിക്കോയിഡും. അഡ്രിനൽ മെഡുല്ലയിൽ നിന്ന് കാറ്റക്കൊളാമൈൻസ്, അതിൽ വരുന്നത് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇതിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ നന്നായി പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. താങ്ക് യു.